Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് JBL GO2 എന്ന് പറയുന്ന മോഡലിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ്. കളർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത്രയും തോനെ കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു കളർ സെലക്ട് ചെയ്യാണ്. ബ്ലാക്ക് കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമ്മളെ JBL GO2 പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ JBL GO2. ഇത് കൂടാതെ ബോക്സിൽ ഒരു ചാർജിങ് കേബിളും ഒരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് വിഡ്ത്ത് വരുന്നത് 3.4 ഇഞ്ചും ഡെപ്ത്ത് വരുന്നത് 1.2 ഇഞ്ചും ഹൈറ്റ് വരുന്നത് 2.8 ഇഞ്ചുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് 184 ഗ്രാമാണ്. അപ്പോൾ നല്ല ലോ വെയിറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല കയ്യിലൊക്കെ നല്ല ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പക്ഷേ അതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഹൈ സൗണ്ടുമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഇതിൻ്റെ സൗണ്ടും വാട്ടർ ടെസ്റ്റൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. ഈ ഒരു സ്പീക്കർ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഫുൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുള്ള മുകളിലായിട്ടാണ്. പവർ ബട്ടന്, തൊട്ടടുത്ത് ബ്ലൂടൂത്ത്, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ളൊരു ബട്ടന്, പിന്നെ വരുന്നത് പ്ലേ ആൻഡ് പോസ് ചെയ്യാനുള്ളൊരു ബട്ടനും. അങ്ങനെ കുറച്ച് ബട്ടൺസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്, പിന്നെ ഓക്സിലറി പോർട്ടും വരുന്നത്. മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓക്സിലറിയും കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഇനി ഇതിൻ്റെ RMS വരുന്നത് 3 വാട്ടാണ്. അതുപോലെ തന്നെ 2.5 അവർ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 730 mAh ആണ്. ഇനി ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്തിൻ്റെ വേർഷൻ വരുന്നത് 4.1 ആണ്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. ഓണാക്കാൻ വേണ്ടി ജസ്റ്റ് പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് ഓണായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് ബട്ടൺ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ സൗണ്ട് കേൾക്കാം. അതിനുശേഷം മൊബൈലായിട്ട് പെയർ ചെയ്യാം. അതുപോലെ ബ്ലൂടൂത്തിൻ്റെ ഡിസ്റ്റൻസ് നോർമൽ എല്ലാ സ്പീക്കറിലൊക്കെ കൊടുത്തിട്ടുള്ളത് 10 മീറ്റർ വരെയാണ്. എന്നാൽ നമ്മൾ ഈ JBLൻ്റെ ടോട്ടൽ എല്ലാ പ്രോഡക്റ്റും നോക്കുകയാണെങ്കിൽ മോർ ദാൻ 50 മീറ്ററിന് മേലെ നമുക്കിത് ഡിസ്റ്റൻസ് കിട്ടും. ഇനി നമുക്ക് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. Want me to be faithless, lost under the surface. I don't know what you're expecting of me, but under the pressure of walking in your shoes, every step that I take. അപ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല അടിപൊളി സൗണ്ടാണ്, നല്ല ബേസും ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് വാട്ടർ പ്രൂഫാണ്. IPX7 ആണ് വാട്ടർ പ്രൂഫ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് 3.3 ഫീറ്റ് വരെ വെള്ളത്തിൻ്റെ അടിയിലിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇടുന്നത് സോങ് പ്ലേ ചെയ്തിട്ടാണ്. പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ ചെറിയൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് കാണാം. പിന്നെ നമുക്കിത് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ മഴത്ത് പോകുമ്പോഴും അതുപോലെ തന്നെ ബീച്ചിലോ പൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ഈ ഒരു സ്പീക്കർ ഉപകാരപ്പെടുന്നത്. ഇതൊരു പുതിയ സ്പീക്കറല്ല, ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. ഇത് കണ്ടപ്പം ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഇതൊന്ന് റിവ്യൂ ചെയ്തത്. ഇതേപോലെ വേറൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ അൺബോക്സിങ് റിവ്യൂ ചെയ്യുന്നുണ്ട്. JBLൻ്റെ തന്നെ Flip 3 എന്ന് പറയുന്ന ഒരു മോഡൽ. ഓൾമോസ്റ്റ് സെയിം സമയത്ത് തന്നെ ഇറങ്ങിയതാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനിലും കാര്യങ്ങളൊക്കെയാണ് ചെറിയ മാറ്റം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് UAE-ൽ 99 ദിർഹംസും അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ 2300 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരു സൂപ്പറായിട്ടുള്ള ഒരു JBLൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ഗുഡ് ബൈ.